കൊച്ചിയിൽ ബിരുദ വിദ്യാർത്ഥി ജസ്ലിനെ ഇടിച്ചിട്ട് വാഹനം ഓടിച്ച ആളെ പിടികൂടാത്തതിൽ പ്രതിഷേധം. ജസ്ലിന്റെ സഹപാഠികൾ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിക്കുകയാണ്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ആ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിലേക്ക് കൂടി പോകാൻ കഴിയും. അർജുൻ, വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ജസ്ലിന്റെ സഹപാഠികളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ കാലമാണ്, CCTV ദൃശ്യങ്ങളുണ്ട്, മറ്റ് സംവിധാനങ്ങളും സന്നാഹങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിന് കാരണക്കാരാര് എന്ന് കണ്ടുപിടിക്കാൻ മാത്രം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രതിഷേധ കാരണം. മധു, അത്തരത്തിൽ തന്നെയാണ്. പോലീസ് 4 ദിവസമായി ഒളിച്ചു കളിക്കുന്നു എന്ന ഒരു ആരോപണമാണ് ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. 19 വയസ്സ് മാത്രം പ്രായമുള്ള അങ്കമാലിയിലെ മോർണിംഗ് സ്റ്റാർ കോളേജിലെ ജസ്ലിയ ജോൺസൺ എന്ന് പറയുന്ന വിദ്യാർത്ഥിനി റോഡരികിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു കാർ ഇടിച്ചത്. ആ കാർ കണ്ടുപിടിക്കാൻ തന്നെ ഏതാണ്ട് 4 ദിവസം എടുത്തു. അതിനുശേഷം കാർ കസ്റ്റഡിയിലെടുക്കുന്നു. കോട്ടയം അതിരമ്പുഴ സ്വദേശിയായ ജോർജ് തോമസ് എന്നയാളുടെ കാറാണ്. അയാളുടെ മകനായ ഡോക്ടർ സിറിയക്കാണ് വാഹനം ഓടിച്ചത്. ഈ ഡോക്ടർ സിറിയക്ക തൊട്ടടുത്തുള്ള ഈ ആലുവക്കടുത്തുള്ള ചാലാക്കൽ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻസി വിദ്യാർത്ഥിനിയാണ് എന്നും പോലീസ് കണ്ടെത്തി. പക്ഷേ 4 ദിവസമായിട്ടും ഈ വിദ്യാർത്ഥിനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ജസ്ലിയുടെ സഹപ്രവർത്തകരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവളെ ഇന്ന് 3 മണിക്ക് മുമ്പ് അടുക്കും. അതിനു മുമ്പ് ആളെ കിട്ടിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുള്ളിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അത്തരത്തിൽ 4 ദിവസമായി അവയവങ്ങളെല്ലാം ദാനം ചെയ്ത് പോയൊരു കുട്ടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് 100% എന്തായാലും ഇവർ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിയുടെ ഫോട്ടോയും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിയെ എത്രയും പെട്ടെന്ന് പിടിക്കുമെന്നാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ജാസ്ലിയയുടെ അവസാനത്തെ കർമ്മങ്ങളിലേക്ക് പോവാണ്. അത് ആരായിരുന്നു വണ്ടി ഓടിച്ചത് എന്നുള്ളത് ഇവർക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. അതല്ലെങ്കിൽ ആ കേസിന് ബലം കിട്ടാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് മാത്രമാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അപ്പോളോ അഡിലെക്സിൻ്റെ അവിടെ നിന്ന് ഇറങ്ങണ ഒരു വിഷ്വല് അവരുടെ കയ്യിലുണ്ട്, ആരാണ് ഡ്രൈവ് ചെയ്തതെന്നുള്ളതും. അപ്പോൾ അത് വെച്ചിട്ട് പ്രതിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. ഞങ്ങൾ എന്തായാലും ജാസ്ലിയുടെ ഇതിന് പോട്ടെ. ഇനി ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി അല്ല അവളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വരും ഇവിടെ. അർജുൻ, കടുത്ത പ്രതിഷേധമുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ കണ്ണുനീരോട് കൂടിയാണ് അവരിത് പറഞ്ഞു നിൽക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒന്നും കരയാതെ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ പോലും കാണാൻ കഴിയുന്നില്ല. ഇതിൽ നീതി വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. തീർച്ചയായും മാധവ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മസ്തിഷ്ക മരണം സംഭവിച്ച ജസ്ലിയ 4 പേർക്ക് പുതുജീവനേകിക്കൊണ്ടാണ് വിടവാങ്ങുന്നത്. ഇന്നലെ ജസ്ലിയുടെ നേത്രപടലങ്ങൾ, കരൾ, വൃക്ക ഒക്കെ തന്നെ ദാനം ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ പൊതുദർശനത്തിന് വേണ്ടി കോളേജിലേക്ക് എത്തിച്ചപ്പോൾ ആ വിദ്യാർത്ഥികളുടെ ദുഃഖകരമായ ആ രംഗം നമ്മൾ കാണുകയും ചെയ്തതാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ വിദ്യാർത്ഥിനി കായിക മത്സരങ്ങളിലടക്കം വലിയ മികവ് പുലർത്തിയ വിദ്യാർത്ഥിയാണ്. മാത്രവുമല്ല, വൈപ്പിൻ എടവനക്കാട് സ്വദേശിയാണ് ജസ്ലിയ. ഈ ജസ്ലിയ ഈ അങ്കമാലിയിൽ പഠിക്കുന്നത് ഫെബ്രുവരി 28 വൈകുന്നേരം 7:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എടവനക്കാട് സ്വദേശി ജാസ്ലിയെ വാഹനം ഇടിച്ചത് ദൃശ്യങ്ങൾ പോലും കാണാൻ കഴിയുന്നതല്ല. അത്രമേൽ ഇടിച്ച് തെറിപ്പിക്കുക എന്നുള്ളതാണ്. എത്ര ദൂരേക്കാണ് ആ കുഞ്ഞ് തെറിച്ചു വീഴുന്നത് എന്നതൊന്ന് നോക്കൂ. പക്ഷേ 4 പേർക്ക് ജീവനും ജീവിതവും ഒക്കെ നൽകിക്കൊണ്ടാണ് തിരികെ പോകുന്നത്. എന്നിരുന്നാലും നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, മരിച്ച ഒരാൾക്ക് നൽകാൻ കഴിയുന്നത് ആകെ നീതിയാണ്. അത് വേണം എന്നൊരു ചോദ്യം തന്നെയാണ്, എന്നൊരു ആവശ്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെല്ലാം മുന്നോട്ട് വെക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ ഈ പൊതുദർശന ചടങ്ങുകളിലൊക്കെ പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൂട്ടുകാരെയാണ്. പ്രത്യേകിച്ചും സ്പോർട്സിലൊക്കെ വലിയ പ്രാവീണ്യമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അവരോടൊപ്പം ഉണ്ടായിരുന്ന, പരിശീലനത്തിലൊക്കെ ഉണ്ടായിരുന്ന, പഠിക്കാനും പരിശീലനത്തിനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ, അവർക്കൊന്നും ഒരിക്കലും നികത്താൻ കഴിയാത്ത, മറക്കാനോ പൊറുക്കാനോ കഴിയാത്ത വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും നിയമം അതിന്റെ വഴിക്കു നടക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അർജുൻ മട്ടന്നൂർ തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. അർജുൻ, ഇന്ന് ഇപ്പോൾ കുറച്ച് സമയം കൂടിയല്ലേ അവളോടൊപ്പം അവിടെ നിൽക്കാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇതിന് തീരുമാനം വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. അതായത് 4 ദിവസമായി അപകടം നടന്നിട്ട് CCTV ദൃശ്യങ്ങളടക്കം അന്ന് പുറത്തു വരികയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഇത്രയും ദിവസമായിട്ടും ഒരാളെ പോലും അറസ്റ്റ് ചെയ്തില്ല. വാഹനം ഓടിച്ചയാളെ കണ്ടെത്തിയിട്ടില്ല. മാത്രവുമല്ല, സാധാരണ കാണാത്ത ഒരു അസാധാരണമായ സ്ഥിതി കൂടി ഇവിടെയുണ്ട്. ഈ വാഹനം ഓടിച്ചു എന്ന് സംശയിക്കുന്ന ആളുകളെ ഇത്തരത്തിൽ നോട്ടീസ് നൽകി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വാഹനം ഇടിച്ച് നിർത്താതെ പോയ ഒരു ഡ്രൈവറെ നോട്ടീസ് നൽകി പോലീസ് സ്റ്റേഷനിലേക്ക്
വിളിച്ചു വരുത്തുന്ന ഒരു പതിവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലാണ് പോലീസിൻ്റെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും 4 ദിവസമായിട്ടും ഈ പ്രതിയെ മാത്രമല്ല ഈ പ്രതി ഒരു ഡോക്ടർ കൂടിയാണ്. ഹൗസ് സർജൻസി ചെയ്യുന്ന ചാലക്കൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സിറിയക്കാണ് വാഹനം ഓടിച്ചത് എന്നാണ് പോലീസിന് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. സിറിയക്കിൻ്റെ ഒരു സുഹൃത്തു കൂടി വാഹനത്തിലുണ്ടായിരുന്നു. സിറിയക്കിൻ്റെ പിതാവിൻ്റെ പേരിലാണ് ആ വാഹനം. പ്രതിഷേധം കനത്തതോടുകൂടി ഇന്നലെ മാത്രമാണ് ഈ വാഹനം കണ്ടെത്തിയത്. ഇതിൽ പ്രാഥമികമായ ചില കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അർജുൻ. അതായത് ഈ വാഹനം ഓടിച്ചത് അശ്രദ്ധമായിട്ടാണ്, അമിതമായ വേഗത്തിലാണ്, അത് മദ്യപിച്ചിട്ടാണോ, എന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടാണോ തുടങ്ങിയ പരിശോധനകളൊക്കെ പ്രാഥമികമായി കേസിന്റെ മുന്നോട്ടുള്ള ഗതിക്ക് ആവശ്യമാണ്. ഈ 4 ദിവസം കഴിഞ്ഞ് കണ്ടെത്തിയിട്ടില്ല. ഇനി കണ്ടെത്തിയിട്ട് എന്തു കാര്യം എന്ന് സ്വാഭാവികമായും ചിന്തിക്കില്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ദിവസങ്ങൾ കൂടുന്തോറും ഈ മെഡിക്കൽ പരിശോധന അടക്കം കൃത്യമായി നടക്കാത്ത സാഹചര്യം ഉണ്ടാവും. ഈ വിദ്യാർത്ഥികൾ, ഈ വാഹനം ഓടിച്ച വിദ്യാർത്ഥി ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, മദ്യപിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതൊന്നും നടക്കാത്ത രീതിയിൽ അവരോട് ഹാജരാകാൻ വേണ്ടി പോലീസ് ഒരു നോട്ടീസ് നൽകി അവരെ വിളിച്ചു വരുത്തുന്നു എന്ന അപൂർവമായ ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അതിനെയാണ് ഈ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുന്നത്, അവിടെയുള്ള അധ്യാപകർ ചോദ്യം ചെയ്യുന്നത്. ഒരു കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നടങ്കം പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പ്രതിഷേധിക്കുകയാണ്. പക്ഷേ വലിയ പ്രതിഷേധത്തിലേക്ക് അവർ കടന്നിട്ടില്ല. പകരം CIയുമായി ചർച്ച നടത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഉറപ്പിന്മേൽ ഇപ്പോൾ താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ച് പിരിയുകയാണ്. മാത്രമല്ല ഒരു മനുഷ്യജീവിയാണ് ഇടിച്ചിട്ടത് എന്ന് വളരെ വ്യക്തതയുണ്ടായിട്ടും ആ വാഹനം നിർത്താതെ പോകുന്നു എന്നുള്ളതൊക്കെയാണ്. ഒരു ഡോക്ടറാണ്, ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്ത ആളാണ് അത് ചെയ്തത് എന്നത് കൂടി ആലോചിക്കേണ്ടതുണ്ട്. വാഹനം പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആലപ്പുഴ തുവവൂരിൽ നിന്നാണ് വാഹനം കണ്ടെത്തിയത്. ജോർജ് തോമസിന്റെ മകൻ ഡോക്ടർ സിറിയക്കാണ് വാഹനം ഓടിച്ചത് എന്നാണ് സ്ഥിരീകരണം. അവിടെയാണ് ഈ നോട്ടീസ് അയച്ചുള്ള വിളിച്ചു വരുത്തലൊക്കെ കേട്ടോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, ചിലർ കൂടുതൽ തുല്യരാണ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതിവിടെ നടപ്പിലാകുന്നു എന്നേ ഉള്ളൂ.